ഒന്നും പറയല്ലോ, ഒരാള് പോലും നെഗറ്റീവ് പറഞ്ഞ് കേൾക്കുവാണെന്ന് ചേട്ടനൊന്ന് നോക്കോ. ഒരാള് പോലും നെഗറ്റീവ് പറയില്ല. നമുക്ക് ആ വില്ലനെയൊക്കെ അടിക്കാൻ തോന്നും, അത്രയ്ക്ക് അടിപൊളി സിനിമയായിരുന്നു. മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞാൽ മോഹൻലാൽ തുടരും. ചേട്ടാ സൂപ്പർ പടം ചേട്ടാ, ധൈര്യമായിട്ട് ഒന്നല്ല രണ്ടര. ഞാനിപ്പോ ഇന്നലെ നാളെ ഒരു ഷോയ്ക്കും കൂടെ കാണണം. കലക്കൻ സാധനം. ആ തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ അടുത്ത ഷോക്കുള്ള വണ്ടികൾ കയറിയിട്ടില്ല. ഇത് ഈ ഷോയുടെ വണ്ടികളാണ്. കിടിലം പടം എന്ന് വെച്ചാൽ കിടിലം പടം, ഒന്നും പറയാനില്ല. തുടക്കം മുതലേ ലാസ്റ്റ് വരെ. ലാലേട്ടൻ്റെ ഓരോരോ ആ എക്സ്പ്രഷൻസ് ഒക്കെ എല്ലാം ക്ലോസപ്പ് ഷോട്ട്സിലെല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാം നല്ല കലക്കനെന്ന് വെച്ചാൽ ഫാൻസിനൊന്നും മാത്രമല്ല, ഫുള്ള് ഫാമിലി എല്ലാവരും എൻജോയ് ചെയ്യുവാണ് പടം. ഓരോ സീൻസും അതായത് ഡിഫറെൻറ്റ് ഇമോഷൻസ് കാണിക്കുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ പല ഇതായിട്ട് ലാസ്റ്റ് നല്ല ക്ലൈമാക്സ് കിടിലൻ, എല്ലാം കിടിലൻ. ഒന്നും പറയല്ലോ, ഒരാൾ പോലും നെഗറ്റീവ് പറഞ്ഞ് കേൾക്കുവാണെന്ന് ചേട്ടനൊന്ന് നോക്കോ. ഒരാൾ പോലും നെഗറ്റീവ് പറയില്ല. കാലക്കം പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലക്കം പടം സൂപ്പർ. അടിപൊളി പടം, ഒന്നും പറയാനില്ല. പിന്നെ രക്ഷയില്ല. സൂപ്പർ പടം. കുറെ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ നല്ലൊരു പടം മോഹൻലാലിന്റെ. വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ല. എൻജോയ് ചെയ്തു. സൂപ്പറായിരുന്നു. നല്ല പടം, സൂപ്പർ. അടിപൊളി. നല്ല സിനിമ. ഞെട്ടിച്ചു. ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു. മോഹൻലാൽ തിരിച്ചു വന്നു. ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അടിപൊളി സിനിമയാണ്, നമുക്ക് പോയി കാണാം. കാര്യം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ചാണ്. എന്തായാലും പോയി തിയേറ്ററിൽ കാണണം. ഇമോഷണലാണ്. നമുക്ക് ആ വില്ലനെയൊക്കെ അടിക്കാൻ തോന്നും, അത്രയ്ക്ക് അടിപൊളി സിനിമയായിരുന്നു. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്. തിയേറ്ററിൽ തന്നെ പോയിരുന്നു കാണാം. ആ ലാലേട്ടനും ഈ വില്ലൻ എന്ന് പറയുമ്പോൾ വില്ലന്റെ ഫസ്റ്റ് മൂവിയാണെന്ന് നമുക്ക് പറയില്ല, അതുപോലത്തെ ആക്ടിങ് ആയിരുന്നു. അടിപൊളി ആക്ടിങ് ആയിരുന്നു. പഴയ ലാലേട്ടനെ തിരിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സിനിമ ഇനി വർഷങ്ങൾ കഴിഞ്ഞാൽ ഇനി വരുമോ എന്ന് പോലും അറിയില്ല. നമ്മളിങ്ങനെ ഇപ്പോൾ വരും നാളെ വരും എന്നുള്ള ലാലേട്ടനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് എമ്പുരാനിൽ പോലും നമുക്ക് അത്രയും കിട്ടിയിട്ടില്ല. ഇത് അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ട് തമാശ കൊണ്ടുപോയ, സെക്കൻഡ് ഹാഫ് ഹൈലൈറ്റ് ചെയ്ത് അതിലും അടിപൊളിയായിട്ടുള്ളതായിരുന്നു. അടിപൊളി സിനിമയാണ്. വളരെ നല്ല സിനിമ, അടിപൊളി, സൂപ്പർ. ലാലേട്ടൻ്റെ ഒരു കംബാക്ക് തന്നെ പറയാം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇല്ലില്ല, നല്ല അടിപൊളി അഭിനയമാണെങ്കിലും ലാലേട്ടൻ ചിരിക്കുമ്പോൾ നമുക്ക് ചിരിക്കും. ലാലേട്ടൻ്റെ ആ ഇമോഷൻ കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. ആ ഒരു മാസം മുണ്ടുമടക്കുന്നത് അടിപൊളി. മുണ്ടുമടക്കി എല്ലാം ഉണ്ട്. ഒരു ലാലേട്ടൻ ഫാൻ ബോയ്ക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അടിപൊളി പടം, കണ്ട് അടിപൊളി, മസ്റ്റ് വാച്ച്. എല്ലാവരും വന്ന് കാണും. അടിപൊളി. ഓക്കെ, നല്ല ഒന്നാന്തരം പടമായിരുന്നു. മോഹൻലാൽ തുടരും എന്ന് പറഞ്ഞാൽ മോഹൻലാൽ തുടരും. മോഹൻലാലിൻ്റെ അടിപൊളി പെർഫോമൻസാണ് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പെർഫോമൻസ്. അത് എല്ലാം ഉണ്ട്. നമുക്ക് എൻജോയ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് എല്ലാവരും ടിക്കറ്റ് എടുത്ത് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. അതെ. ഇനി എല്ലാവരും ടിക്കറ്റ് എടുത്ത് തിയേറ്റർ വാച്ച് പടമാണ്. തിയേറ്ററിൽ പോയി കണ്ടിട്ട് എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയും. സൂപ്പർ അടിപൊളി. ഞെട്ടിച്ച് നല്ല അടിപൊളി പടം, സൂപ്പർ പടം. രണ്ട് സൂപ്പർ ആയിട്ടുണ്ട്. നല്ലത്. ഇങ്ങനെയുള്ള സിനിമകളും കുറച്ച് സസ്പെൻസ് ആയിട്ട് നന്നായിട്ടുണ്ട്. മോഹൻലാലിന്റെ സിനിമയ്ക്കാണ് വരാറ് മിക്കപ്പോഴും. നന്നായിട്ട് ഇഷ്ടപ്പെട്ട്, നല്ല സിനിമയാണ്. ഫാമിലിയാണ്, എല്ലാവരും ഫാമിലിയാണ്. രാവിലത്തെ ഷോയ്ക്ക് തന്നെ ആദ്യമായിട്ടാണ് മോഹൻലാലിന്റെ സിനിമ കൊണ്ട് ഇടിച്ചു പൊളിച്ച് വന്നതാ. സൂപ്പറായി. നഷ്ടം. എല്ലാ സിനിമയും കാണാറുണ്ട് മോഹൻലാലിന്റെ. ഇതൊന്നും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനിയും ഇതേപോലെ നല്ല സിനിമ അഭിനയിക്കണം. അപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഒരു വയസ്സായാലും കാണാനൊരു എൻജോയ്മെന്റ് വേണ്ടേ. ബ്രില്യൻ മൂവിയായിരുന്നു. ലൈക്ക് നല്ല ഇമ്പാക്റ്റ് തരുന്നൊരു മൂവിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് മിനിറ്റിൽ തന്നെ മൂവിയിൽ നമ്മളായിട്ട് കണക്ട് ആവും. ഒരു അടിപൊളി ഫിലിം. അടിപൊളി പടം. എമ്പുരാനൊന്നുമല്ല, ഇതാണ് ബെസ്റ്റ്. ഒന്നും നോക്കാല്ല, കേറി കണ്ടു. എല്ലാം ഉണ്ട്. ആ ഫാൻസിന് പറ്റിയതുണ്ട്, പിന്നെ ക്ലാസ്സും ആണ്. അതന്നെ ഫുള്ളല്ലേ.
ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു, നല്ല സിനിമ. മോഹൻലാലിൻ്റെ തിരിച്ചുവരവാണ്. വളരെ നല്ല ഒരു അഭിപ്രായമാണ് പറയാനുള്ളത്. ഇതിന്റെ നമ്മുടെ ഈ വിഷ്വൽ എഫക്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്? സൗണ്ട് എഫക്ട്സും സൗണ്ട് എഫക്ട്സും ഇതുപോലെ മേക്കിങ്ങും ലാഗൊന്നുമില്ല, എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. ജയ്ക്ക് വിജയുടെ മ്യൂസിക്കും കാര്യങ്ങളും എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ, ഒന്നും പറയാനില്ല. അതെ, ഫാമിലീസ് ഒക്കെ അടിച്ചു കയറിയേക്കൊണ്ട് രണ്ടാമത്തെ ദിവസം. അതെ അതെ, 2-3 ദിവസം 4-5-6 ദിവസമായിട്ട് ബുക്കിംഗ്, ഫുൾ ബുക്കിംഗ് ആണ്. ഇപ്പൊ ടിക്കറ്റ് ഇല്ല. ഞാനൊക്കെ രണ്ടാമത് ഒന്നുകൂടെ കാണുന്ന നോക്കിയിട്ട് ടിക്കറ്റ് കിട്ടുന്നില്ല. ഞാൻ തന്നെ സൈഡിലിരുന്നാണ് കണ്ടത്, ആണല്ലേ? ബാൽക്കണിയിൽ. എന്തായാലും അടുത്ത ദിവസം ഫ്രണ്ടിൽ നന്നായിട്ട് കാണാൻ പറ്റും. ഇനിയും വരും തീർച്ചയായിട്ടും. താങ്ക് യു. ചേട്ടാ രണ്ട് വാക്ക് പറഞ്ഞിട്ട് കേട്ടോ, എങ്ങനെയുണ്ട്? നല്ല പടം, ഇമോഷണലായി ഭയങ്കരമായിട്ട്. എക്സ്പെക്റ്റഡ് ആയിരുന്നു ഓൾമോസ്റ്റ്. മോനെ ഇഷ്ടപ്പെട്ടോ? മേടിച്ചോ? നല്ല മൂവിയാ. ലാലേട്ടൻ ഇങ്ങനെയുള്ള സിനിമകളൊക്കെയാണോ? എക്സ്പെക്ട് ചെയ്യുന്ന മലയാളികൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മൂവിയാണ്. എങ്ങനെയുണ്ട് കാണാൻ വന്നിട്ട്? നല്ല സിനിമ, സൂപ്പർ സിനിമ. ആണല്ലേ? മോഹൻലാലിന്റെ ക്ഷമ കണ്ടപ്പോൾ നമുക്ക് വിഷമം തോന്നി, പക്ഷെ നല്ല സൂപ്പർ സിനിമ. നിങ്ങൾ ഫാമിലീസ് ആണ് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തത്. ഏറ്റവും കൂടുതൽ നല്ല സിനിമ. അടുത്തൊന്നും കണ്ടിട്ടില്ല സിനിമ. ആണല്ലേ? ഇമോഷണലായി ഭയങ്കരമായിട്ട്. എല്ലാം ഇഷ്ടപ്പെട്ടു. അത് പലരും പറയുന്നുണ്ട് പഴയ ലാലേട്ടൻ തിരിച്ചു വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു അല്ലേ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ഇനിയും ഇങ്ങനത്തെ സിനിമകൾ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ കാണാൻ ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം. ഓക്കെ.